ഹായ് ഓൾ, വെൽക്കം ടു ചിപ്സ് പെരോ. ചിപ്സ് പെരോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്വല്ലറി മേക്കിംഗ് ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം 1.5 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. ഈ കാലയളവിൽ ഞാൻ ഉപയോഗിച്ച ചില മെറ്റീരിയൽസ് കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് സ്പേസർ. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് മാർക്കറ്റിൽ ഗോൾഡൻ കളറിലും സിൽവർ കളറിലും അവൈലബിൾ ആണ്. ഈ സ്പേസറിൻ്റെ കൂടെ വൈറ്റ് ബീഡ്സ് ഉപയോഗിച്ച് ഞാനൊരു ഹെയർ ബോ, നെക്ലസ്, ബ്രേസ്ലെറ്റ് എന്നിവ വരുന്ന ഒരു കോംബോ പാക്ക് ചെയ്തിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം 1 മാസത്തിലേറെയായി. സാധാരണ ഒരു ഐറ്റം ഉണ്ടാക്കിയ ഉടനെ ഞാനത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പാക്ക് ചെയ്ത ഒരു ഐറ്റമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയ മറ്റൊരു മാലയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിത് ഓൾറെഡി സെൽ ചെയ്ത ഐറ്റം ആണ്. കസ്റ്റമർ പറയുമ്പോഴാണ് ഞാൻ പോലും ഇങ്ങനൊരു പ്രശ്നം മനസ്സിലാക്കിയത്. എന്താണ് ഇതിന് സംഭവിച്ചതെന്നൊന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈർപ്പം തട്ടിയത് കൊണ്ടാണ് ഇതിങ്ങനെ തുരുമ്പ് പിടിക്കാനും ഈ മാല ഇത്രയും മോശമാവാനും കാരണം. വൈറ്റ് ബീഡ്സ് മാത്രം ഇട്ട ഭാഗത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ സ്പേസർ ഉപയോഗിച്ച ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അടുത്ത പ്രശ്നക്കാരൻ ഒരു കുഞ്ഞനാണ്. ഇവനെ കൊണ്ട് ഒരു പ്രശ്നമല്ല, 2 പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഇത് ഇൻവിസിബിൾ നെക്ലസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഉപയോഗിക്കുക. ഇത് കണ്ടോ, എത്ര വലിച്ചാലും വരില്ല. ഒറ്റ യൂസിൽ അല്ലെങ്കിൽ മാക്സിമം 2 യൂസിൽ ഇതിൻ്റെ കളറ് പോയി കിട്ടും. ഇതിനു പകരമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള എസ് ലോക്കറ്റുകളാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവയാണ്. പക്ഷേ ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടുന്ന മിക്ക ഷോപ്പുകളിലും ഇത് അവൈലബിൾ അല്ല. ഞാനിത് ഫാൻസി ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിച്ചത്. കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതുപോലുള്ള എക്സ്റ്റൻഷൻ ചെയിൻ വാങ്ങിക്കുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം. ഇതൊക്കെ പെയിൻറ്റ് പോകുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ്. എനിക്കിത് വേണമെങ്കിൽ നിങ്ങളോട് പറയാതിരിക്കാം. പക്ഷെ ഇങ്ങനെയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് വേണ്ടേ. സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഞാൻ 1 മാസം മുന്നേ ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഇത്. ഫീൽഡ് കവറിലായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇത് കേടുപാടുകളൊന്നുമില്ലാതെ ഇപ്പോഴും ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. നമ്മുടെ ഈ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്